ഞാൻ വന്ന കാര്യം പെട്ടെന്ന് പറയാം. അടുത്ത മാസം 5-ാം തീയതി എൻ്റെ നെഫ്യൂവിൻ്റെ 4th വെഡിങ് ആനിവേഴ്സറിയാണ്. അവരെ ഒരു സെക്കൻഡ് ഹണിമൂണിന് ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാം. ഒരു 3 ദിവസത്തെ ട്രിപ്പ്. അത് കംപ്ലീറ്റ് ഒന്ന് ചാർട്ട് ചെയ്യണം. പണ്ട് എൻ്റെ ബ്രദറിൻ്റെ ഹണിമൂൺ ഇതുപോലെ റെഡിയാക്കാൻ ഞാൻ നിങ്ങളുടെ ട്രാവൽസിൽ വന്നിരുന്നു. അന്ന് ജെറിയുടെ ഫാദർ ആയിരുന്നു മൊത്തം കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തത്. ഓക്കെ. ഇപ്പോഴും എൻ്റെ ബ്രദറും വൈഫും പറയും അത് അവരുടെ ബെസ്റ്റ് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ നമ്പർ തേടി പിടിച്ച് വിളിച്ചത്. പൈസ എനിക്കൊരു വിഷയമല്ല. എൻ്റെ മരുമോനും മരുമോളും ഹാപ്പി ആവണം. ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട്? ഷുവർ സർ, ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോളാം. താങ്ക്സ്. Excuse me, sir. Would you like to have anything else? No, that's all. No. Okay, I'll get the bill for you. Oh, Yeah. You want me to pay the bill? Bill. Ali, what are you doing? He's the owner of this restaurant. Oh, sorry, sir. Sorry, sir. ഹോട്ടൽ ഓണറാ. അല്ല, Bye, Jerry. സോറി ഞാൻ അറിയാതെ. ഇങ്ങ് വന്നേ. ഇനി പറഞ്ഞത് ശരിയാടോ, ഈടുത്ത ഫുഡ് കൊള്ളൂല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പിന്നെ വിശപ്പ് കാരണം ഓർഡർ ചെയ്തതാ, വെറുതെ വയറ് കേടാകുവാനും. ഞാൻ ഇവിടുത്തെ ഷെഫിനെയൊക്കെ മാറ്റാൻ വേണ്ടി പോവാ. ഇനി പുറത്താരോട് ഇന്ന് പറഞ്ഞ. അയ്യോ ഇല്ല സർ, ഞാൻ പറയില്ല സർ, ഞാൻ പറയില്ല. ബൈ. ഓക്കെ സർ, ബൈ. ബൈ സർ. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. നമ്മൾ ട്രാവൽസ് അടച്ചു കൂട്ടിയ കാര്യമൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. Are you planning something? യെസ്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽസ് തുടങ്ങാൻ പോകുന്നു. How? വെയിറ്റ് ആൻഡ് വാച്ച്. ബാ. Cool. ഒരു മാസം കൊണ്ട് ട്രേഡ് ലൈസൻസ് ഒപ്പിക്കണം, കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടികൾ വാങ്ങണം, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, ലീഗൽ സാങ്ഷൻസ് എല്ലാം റെഡിയാക്കണം അല്ലേ? ഇതിന്റെ തലക്കൊല്ലം ഓളുണ്ടോ? എടാ, നീ വിചാരിച്ച നടക്കും. നീ വിചാരിച്ച നടക്കും. നിന്റെ ആ ഫ്രണ്ടിൽ മറ്റേ അറബി ചെക്കൻ രതീഷ്. അല്ല, എന്താണ്, റഷീദ്. അവന്റെ ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാൽ മതി. നടക്കില്ല, എന്റെ ഫ്രണ്ട്സിനൊന്നും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ജെറി. എടാ, അവന്റെ കയ്യിലുള്ള കാശിനൊന്നും വേണ്ടിയിട്ടല്ല, ഈ ഗവൺമെന്റ് പേപ്പേഴ്സും സാങ്ഷൻസ് ഒക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ നല്ല കാശും കൊടുത്തോളാം, കുറച്ച്. Eben, can we focus in here? One second, ma'am. Some technical problems. ഈ തലവിടെ വിളിച്ചു കൂടി ഒരു കാര്യമില്ല. നീ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ സമ്മതിച്ചാ ജെറി എനിക്കൊരു കിക്കാറ്റ് വായിച്ചു തരും. ഫാമിലി പാക്ക്. എടാ, ഇതിലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. കടങ്ങൾ തീർത്താൽ മാത്രം പോരല്ലോ, ബിസിനസ്സിൽ നമുക്ക് വളരണ്ടേ. സ്റ്റീൽ മാത്രം ഒതുങ്ങിയിട്ട് ഒരു കാര്യമില്ല, പല ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങണം. ഏതെങ്കിലും ഒന്നിൽ പ്രശ്നം വന്നാലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. എടാ പ്ലീസ്. ശരി, ഞാൻ രതീഷിനെ വിളിക്കാം. റഷീദ്. റഷീദിനെ വിളിക്കാം. നീ തങ്കപ്പനല്ല, പൊന്നപ്പനാ, പൊന്നപ്പൻ. അപ്പൊ ശരി, നിന്നെ പണി നടക്കട്ടെ. പെണ്ണുപിള്ളയുടെ വോയിസ് ഉള്ള അല്ലേ? സോറി. വിൽ ഡു ഇറ്റ് അഗൈൻ. നൈസ് വർക്ക് ജെറി. കൊള്ളാല്ലേ? ലോക കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. മെല്ലെ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങണം. ലോഗോ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞുള്ളൂ. എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. കൊള്ളാല്ലേ? ഇത് ഇച്ചിരി ക്ലാസ്സായി പിടിച്ചാ. തെയ്യം പോലെ ഉണ്ട്. ഒന്ന് നീക്ക്. കിങ്ഡം ഓഫ് ഹെവൻ. പേര് കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. ഒരൊറ്റ ബട്ടൺ നിൽക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഞെക്കടാ. ഡിലീറ്റ്. നമ്മുടെ ഡിസൈൻ അത്ര മോശമൊന്നുമല്ല അല്ലേ? I like it. മീ ടു. അവന് കളർ സെൻസ് ഒന്നുമില്ലടാ. എന്ത് കുന്താണോ ഡിസൈൻ ചെയ്യണം? ഓക്കേ, വരാം. നീല് ഊതറേരി ഉറപ്പാ. എന്താണ്? Nice work, Eben. കിങ്ഡം ഓഫ് ഹെവൻ. എന്തോ കുറവ് തോന്നണല്ലേ? വൺ സെക്കൻഡ്.
ജേക്കബ്സ് കിങ്ഡം ഓഫ് ഹെവൻ. കൊള്ളാട്ടോ. മുത്തേ, നീ അവരൊരു ചിരിച്ചൊക്കെ നിൽക്കണേ. ഈ പോലെ ഹായ്, ഹലോ സർ, വെൽക്കം ടു ദുബായ്. നൈസ് ടു മീറ്റ് യു മാം. അതെ, എപ്പോഴും ഈ രണ്ടെണ്ണത്തിന് എടുത്തു നടക്കാൻ എനിക്ക് പറ്റൂല. ഒരെണ്ണത്തിന് നിങ്ങൾക്ക് എടുത്തൂടെ? വെറുതെ കുമ്പയും കുളിക്ക് ഇങ്ങനെ നടക്കും. മാരിഡ് ലൈഫ് ഈ പ്രേമിക്കുമ്പോഴൊക്കെ എന്ത് സുഖാന്നറിയോ? പക്ഷെ കെട്ടിക്കഴിഞ്ഞ് കുട്ടികളും കൂടെ ആയിക്കഴിഞ്ഞ പിന്നെ എൻ്റെ സാറേ എടുത്തേക്കില്ലേ? अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म, ये मंजिलें हैं कौन सी, न वो समझ सके न हम, अजीब दास्तां है ये. ജേക്കബ്സ് കിങ്ഡം ഓഫ് ഹെവൻ, ജേക്കബിൻ്റെ സ്വർഗരാജ്യം. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഭൂമിയിൽ നന്മ ചെയ്ത് ജീവിച്ച സ്വർഗത്തിലെത്തുന്ന പറയാം. ജെറിക്ക് വിശ്വാസമുണ്ടോ അങ്ങനെ ഒരു സ്വർഗരാജ്യം ഉണ്ടെന്ന്? വിശ്വാസമല്ല, അങ്ങനെ ഒരു സ്വർഗരാജ്യമുണ്ട്. എവിടെ? കൃത്യമായിട്ട് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ വരും. ഇവിടുന്ന് സ്ട്രെയിറ്റ് ഷാർജ, കോർണിഷിൽ ലെഫ്റ്റ്. ഒരു 700 മീറ്റർ മുന്നോട്ട് പോയാൽ ഇടതുവശത്ത് കാണുന്ന ബിൽഡിംഗ്. ഇങ്ങടെ കുടുംബമാണല്ലേ ഇങ്ങടെ സ്വർഗരാജ്യം. ഇങ്ങടെ മാത്രല്ല, നമ്മളെല്ലാവരുടെയും. कहाँ शुरू कहाँ खत्म, ये मंजिलें हैं कौन सी. താങ്ക് യു ജെറി. നാട്ടിൽ വരുമ്പോ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി ദുബായിൽ വെക്കേഷൻ വരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. ബൈ പറഞ്ഞേ. താങ്ക് യു. ശരി, ബൈ. അബ്ദുക്ക, ഓ, നമ്മൾ ഇവർക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞാനിത് ജെറിക്കൊന്ന് കൊടുത്തോട്ടെ? അതിനവൻ ക്രിസ്ത്യനല്ലേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? മതമൊക്കെ അമ്മക്കല്ലേ ഉള്ളൂ. പടച്ചോൻ എന്ത് മതം, ഞാൻ അത് കൊടുത്തിട്ട് വരാം. ദേ ടാറ്റു കൊടുത്ത്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. ബൈ. ആമാ, ജെറി, മുരളിമേനൻ വിളിച്ചിരുന്നു. നിന്നെ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു. നീ പറഞ്ഞ സെറ്റിൽമെൻറ്റിന് ഞാൻ തയ്യാറാണ്. അമൗണ്ടും ചെക്സും റെഡി ആയിട്ട് വെച്ചോ. അയ്യോ, സെറ്റിൽമെൻറ്റിന് സാറ് റെഡിയില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കാശെടുത്ത് വേറെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി അത്ര എമൗണ്ട് റെഡിയാക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണ്ടി വരും. സോറി, ഞാൻ അത് ഓരോ തവണയും വാക്ക് മാറ്റി പറയാണ്. എൻ്റെ അപ്പനെ പോലെ. നിന്റെ അപ്പനെ ആ പാകിസ്ഥാനി പത്തിച്ച അതേ അവസ്ഥയിലാണ് ഞാൻ. എന്റെ ബിസിനസ് പൊളിഞ്ഞു. കാലിനടിയിൽ മണ്ണ് ഒഴിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇനി മേലും കഴിയും നോക്കാനില്ല. പറഞ്ഞ കാശ് എന്റെ കയ്യിലേക്ക് വന്നില്ലെങ്കിൽ നീ, നിന്റെ അമ്മ, എന്റെ മൊത്തം കുടുംബത്തിനെ അവസാനിപ്പിച്ച് കളയണ. മൺഡേ മോർണിംഗ് ഞാൻ കോൺട്രാക്റ്റുമായിട്ട് കോർട്ടിൽ വരും. പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നിന്റെ അപ്പൻ്റെയും നിന്റെ അമ്മയുടെ പേരിലുള്ള കേസ് ഞാൻ റിലീസ് ചെയ്യും. പക്ഷേ ആ കോൺട്രാക്റ്റിൽ ഞാൻ ഒരു ക്ലോസ് ഇടും. നീ എനിക്ക് തരുന്ന ചെക്കുകൾ ഏതെങ്കിലും ഒരു ചെക്കും ബൗൺസ് ആയാൽ നിന്നെ മാത്രമല്ല നിന്റെ അമ്മയും ഞാൻ ജയിലാക്കി തരും. ലൈബ്രറിയെ പറ്റി தெரியுமாடா உனக்கு? It's a bloody shithole. Civil war, Ebola virus, waterborne diseases. உங்க அப்பங்க கதற செத்த கூட அது தெரியறதுக்கு 2 நாள் ஆகும்டா. Wanna say your father? This is your chance. நாளே நாள் தான் இருக்கு மண்டேக்கு. You only have 4 more days for Monday. நாளே நாள் தான்.
I do, Jerry. I do not have the money, and I'm going home in a few days' time. സമദ് പ്ലീസ് സമദ്. I'll see what I can do. നീ ഒരു ബയറിനെ ഒപ്പിക്കുക, എന്നിട്ട് എത്ര ടൺ സ്റ്റീൽ വേണമെങ്കിലും യാടി നിർത്തുന്നു വയ്ക്കും. ഓക്കെ സർ. സർ ഐ നീഡ് ദ മണി. ഇറ്റ്സ് അർജന്റ്. സർ പ്ലീസ്. I'm repeating the same thing which Yusuf has been telling you. Go find a buyer and the steel is all yours. അല്ല സാർ, ഐ മീൻ മാർക്കറ്റിനേക്കാളും കുറവായിട്ടില്ല തരാം സാർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ചെറി. ഇത് ജെറിയാണ്, സെൻറ്റൂർ ഗ്രൂപ്പിൽ നിന്ന്. ഹലോ, ഇത് അൽസാദിക്കാണോ? ഞാൻ ഓഫീസിൽ സംസാരിച്ചിരുന്നു സ്റ്റീൽ റിക്വയർമെൻറ്റിനെ കുറിച്ച്. Please call me later.